അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ക്രിസ്പി ബീഫ് കട്ട്ലറ്റാണ്. ആദ്യം 350 ഗ്രാം ബീഫ് നന്നായി കഴുകി കുക്കറിലിട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും, ആവശ്യത്തിന് ഉപ്പിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ ബീഫ് വേവാൻ എടുത്തിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ 4 വിസിലുമാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ബീഫ് വേവുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാം. ഇനി മസാലക്കുള്ളത് മുറിച്ചെടുക്കണം. 2 മീഡിയം സൈസ് ഉള്ളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മല്ലിയില, കറിവേപ്പില മുറിച്ചെടുക്കാം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് മുറിച്ച് വെച്ചതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റിയതിന് ശേഷം എടുത്തു വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് നന്നായി വഴറ്റി കൊടുക്കാം. മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്ത ബീഫ് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഉടച്ച ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് മസാല ഇറക്കി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെള്ളം മാറ്റി വെക്കാം. അതിലേക്ക് 1 നുള്ള് ഉപ്പും 1 നുള്ള് കുരുമുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. മസാല ആറിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പൊരിച്ചതിന് ശേഷം നല്ല കട്ട്ലറ്റ് നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇനി ഷേപ്പ് ചെയ്ത കട്ട്ലറ്റ് മുട്ടയുടെ വെള്ളയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് മാറ്റി വെച്ച കട്ട്ലറ്റ് ഇട്ട് പൊരിച്ചെടുക്കാം. ഇനി 2 സൈഡും ഫ്രൈ ആയാൽ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ക്രിസ്പി ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.